നമസ്കാരം. ഞാൻ പറയാൻ പോകുന്നത് മരണത്തെക്കുറിച്ചാണ്. മരണം കൈപ്പേറിയതാകുന്നു. നാം മരണത്തെ ഭയപ്പെടുക തന്നെ ചെയ്യണം കേട്ടോ. ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മരണത്താൽ നമ്മുടെ ജീവിതം എല്ലാം കഴിഞ്ഞെന്ന്. മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ഭയപ്പെടേണ്ടതെന്ന്. എൻ്റെ സഹോദരി, സഹോദര, നീ മരണത്തെയാണ് ഭയപ്പെടേണ്ടത്. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നീ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. നിനക്ക് ഭൂമി ജീവിക്കുവാൻ തമ്പുരാൻ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അതുപോലെയല്ല മരണശേഷം നമ്മുടെ ആത്മീയമായ ശരീരത്തിന് സ്വാതന്ത്ര്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, മരണത്തെ നീ ഭയപ്പെടണം സഹോദരി, സഹോദര. ഈ സത്യം ഞാൻ മനസ്സിലാക്കിയത് 2002 എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭയാനകമായ ഒരു അപകടം സംഭവിക്കുകയുണ്ടായി. ഞാൻ മരണത്തിൻ്റെ വക്കിലേക്ക് എത്തി, മരണപ്പെട്ടെന്ന് പറയാ. ഒരു നിമിഷത്തേക്ക് എൻ്റെ ശരീരത്തിൽ നിന്നും ആത്മാവിനെ തമ്പുരാൻ അകറ്റി മാറ്റിയപ്പോൾ എനിക്ക് കാണുവാൻ സാധിച്ചത്, എൻ്റെ ഭൗതികമായ ശരീരം ശാന്തമായി ഉറങ്ങിക്കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. എൻ്റെ ആത്മീയമായ ശരീരത്തിന് ജീവനുണ്ടായിരുന്നു. എനിക്ക് എല്ലാം കാണുവാനും സംസാരിക്കുവാനും സാധിച്ചു. പക്ഷേ ഭൗതികമായ വസ്തുക്കളിൽ സ്പർശിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം എൻ്റെ ആത്മീയമായ ശരീരത്തിന് ഭൗതികമായ ശരീരം ഇല്ലാത്തത് കൊണ്ടാണ് ആ സ്പർശനം എനിക്ക് ലഭിക്കാതെ പോയത്. ഈ ഒരു സത്യം അന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവിടുന്ന് തമ്പുരാൻ എൻ്റെ ആത്മാവിനെടുത്ത് ദൈവരാജ്യത്തിലേക്കും പാതാളത്തിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. ദൈവരാജ്യത്തിലെ കാഴ്ചകൾ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഹാപ്പിയാണ് തോന്നിയത്. അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഒരു വലിയൊരു വാതിൽ തുറക്കപ്പെടുകയുണ്ടായി. അപ്പോഴാണ് ഞാൻ കണ്ടത്, അവിടെ നൂൽപാദം കൊണ്ടൊരു പാലം ഞാൻ കാണുകയുണ്ടായി. തമ്പുരാൻ എന്നോട് പറഞ്ഞത് ആ പാലത്തിലൂടെ കടക്കണമെന്ന്. അങ്ങനെ തമ്പുരാൻ പറഞ്ഞതനുസരിച്ച് ഞാൻ ആ പാലത്തിലേക്ക് ചവിട്ടി. പക്ഷെ എനിക്ക് നടക്കുവാൻ സാധിച്ചില്ല. എൻ്റെ കാലിന് ആ നൂൽപാദം ചവിട്ടുവാൻ ബലം കിട്ടിയിരുന്നില്ല. ഞാൻ അവിടുന്ന് താഴേക്ക് മറിഞ്ഞു.